ഗണപതി ഭഗവാൻ ജനിച്ച കഥ നിങ്ങൾക്ക് അറിയാമോ? ഒരു ദിവസം പാർവതി ദേവി കൈലാസത്തിൽ കുളിക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. കുളിക്കുന്ന സമയത്ത് ആരും ശല്യപ്പെടുത്താതിരിക്കാൻ തന്റെ ഭർത്താവായ ശിവന്റെ കാളയായ നന്ദിയോട് വാതിൽക്കൽ കാവൽ നിൽക്കാനും ആരെയും കടന്നുപോകാൻ അനുവദിക്കാതിരിക്കാനും പറഞ്ഞു. പാർവതിയുടെ ആഗ്രഹങ്ങൾ നിറവേറ്റാൻ ഉദ്ദേശിച്ചുകൊണ്ട് നന്ദി വിശ്വസ്തയോടെ തന്റെ സ്ഥാനം ഏറ്റെടുത്തു. എന്നാൽ ശിവൻ വീട്ടിൽ വന്ന് സ്വാഭാവികമായും അകത്തേക്ക് വരാൻ ആഗ്രഹിച്ചപ്പോൾ നന്ദി ആദ്യം ശിവനോട് വിശ്വസ്തത പുലർത്തി ശിവഭഗവാനെ കടത്തിവിടാൻ അനുവദിക്കേണ്ടി വന്നു. ശിവനോട് നന്ദിയെപ്പോലെ വിശ്വസ്തനായ മറ്റാരുമില്ല എന്ന വസ്തുതയിൽ പാർവതി ദേവി കോപിച്ചു. അങ്ങനെ പാർവതി ദേവി കുളിക്കാൻ കൊണ്ടുവന്ന മഞ്ഞൾ കുഴമ്പ് ഉപയോഗിച്ച് ഒരു കുട്ടിയുടെ രൂപം ഉണ്ടാക്കി അതിന് ജീവൻ കൊടുത്തു. അങ്ങനെയാണ് ഗണപതി ഭഗവാൻ ജനിക്കുന്നത്. അവനെ തന്റെ സ്വന്തം വിശ്വസ്തനായ മകനായി പാർവതി ദേവി പ്രഖ്യാപിച്ചു. അടുത്ത തവണ പാർവതി കുളിക്കാൻ ആഗ്രഹിച്ചപ്പോൾ അവൾ ഗണപതിയെ വാതിക്കൽ കാവൽ നിർത്തി. കാലക്രമേണ ശിവൻ വീട്ടിലെത്തി. സ്വന്തം വീട്ടിൽ പ്രവേശിക്കാൻ കഴിയില്ലെന്ന് പറയുന്ന ഒരു വിചിത്ര ബാലനെ കണ്ടു. കോപാകുലനായ ശിവൻ തന്റെ സൈന്യത്തെ കുട്ടിയെ നശിപ്പിക്കാൻ ഉത്തരവിട്ടു. പക്ഷേ അവരെല്ലാം പരാജയപ്പെട്ടു. ദേവിയുടെ തന്നെ മകനായ ഗണേശന് അത്തരമൊരു ശക്തി ഉണ്ടായിരുന്നു. ഇത് ശിവനെ അത്ഭുതപ്പെടുത്തി. ഇത് ഒരു സാധാരണ ആൺകുട്ടിയല്ലെന്ന് കണ്ട് സാധാരണയായി ശാന്തനായ ശിവൻ അവനോട് യുദ്ധം ചെയ്യേണ്ടി വരുമെന്ന് തീരുമാനിച്ചു. ദിവ്യകോപത്തിൽ ഗണേശന്റെ തല വെട്ടിക്കളഞ്ഞു. തൽക്ഷണം അവനെ കൊന്നു. പാർവതി ഇതറിഞ്ഞപ്പോൾ വളരെ കോപാകുലയായി, അപമാനിതയായി മുഴുവൻ സൃഷ്ടിയെയും നശിപ്പിക്കാൻ തീരുമാനിച്ചു. സ്രഷ്ടാവ് എന്ന നിലയിൽ ബ്രഹ്മാവിന് സ്വാഭാവികമായും ഇതിൽ പ്രശ്നങ്ങളുണ്ടായി. അവളുടെ കടുത്ത പദ്ധതികൾ പുനഃപരിശോധിക്കണം എന്ന് ബ്രഹ്മാവ് അപേക്ഷിച്ചു. 2 നിബന്ധനകൾ പാലിച്ചാൽ മാത്രമേ താൻ അങ്ങനെ ചെയ്യൂ എന്ന് പാർവതി ദേവി പറഞ്ഞു. 1. ഗണേശനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരിക. 2. മറ്റെല്ലാ ദേവന്മാരുടെയും മുമ്പാകെ അവനെ എന്നേക്കുമായി ആരാധിക്കുക. ഈ സമയമായപ്പോഴേക്കും തണുത്തുറഞ്ഞ ശിവൻ തന്റെ തെറ്റ് മനസ്സിലാക്കി. പാർവതിയുടെ നിബന്ധനകൾ സമ്മതിച്ചു. വടക്കോട്ട് തലവെച്ച് കിടക്കുന്ന ആദ്യത്തെ ജീവിയുടെ തല തിരികെ കൊണ്ടുവരുവാൻ കൽപ്പിച്ച് ബ്രഹ്മാവിനെ അയച്ചു. ബ്രഹ്മാവ് ഉടൻ തന്നെ ശക്തനായ ഒരു ആനയുടെ തലയുമായി മടങ്ങി. ശിവൻ ഗണേശന്റെ ശരീരത്തിൽ ഈ തല വെച്ചു. അവനിൽ പുതിയ ജീവൻ പകർന്നുകൊണ്ട് ഗണപതി തന്റെ സ്വന്തം മകനാണെന്ന് പ്രഖ്യാപിക്കുകയും ദേവന്മാരിൽ ഒന്നാമൻ എന്ന പദവി നൽകുകയും എല്ലാ ഗണങ്ങളുടെയും നേതാവായി ഗണപതിയെ പ്രഖ്യാപിക്കുകയും ചെയ്തു. കഥ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.